ആകാശ്, ഇപ്പൊ സമയം എത്രയെന്നറിയോ? സബ് എഞ്ചിനീയർക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പറയാം. മണി 11 കഴിഞ്ഞു. എന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസിലെ സബ് എഞ്ചിനീയറായ ആകാശ് ഇന്ന് ലീവ് സമർപ്പിച്ചിട്ടില്ല. ഒരുപാട് ബില്ലുകൾ പാസ്സാക്കി കൊടുക്കാനുണ്ട്, പ്രോജക്റ്റുകൾ അപ്രൂവ് ചെയ്യാനുണ്ട്. വളരെ തിരക്കേറിയ ഒരു ദിവസം. ആദ്യ വഴിയിൽ വെച്ചൊരു ലീവ് അനുവദിക്കാനും ബുദ്ധിമുട്ടാണ്. ആകാശിന് വേണമെങ്കിൽ ഇപ്പോഴും ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാം. ഒരു ലീവ് അപ്ലിക്കേഷൻ പോലും വെക്കാതെ ജോലിക്ക് ഹാജരാവാതിരിക്കാം. പക്ഷെ അധികാരം എന്റെ കയ്യില്. അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തു വെച്ച് അതിലൊരു ചുവന്ന വട്ടത്തിൽ A എന്ന് എഴുതി വെച്ച് അൺഓതറൈസ്ഡ് ആബ്സെന്റ് മാർക്ക് ചെയ്യുന്നതിനപ്പുറം പലതും എനിക്ക് ചെയ്യാനാകുമെന്നും ചെയ്യുമെന്നും ആകാശിനറിയാം. വേണ്ടി വന്നാൽ PWDയിലെ ഈ സബ് എഞ്ചിനീയർ ജോലി ഉപേക്ഷിച്ച് അച്ഛനൊപ്പം പശുത്തൊഴുത്തിൽ ചാണകം വാരുന്ന ജോലി തുടരേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആകാശനെ എത്തിക്കാനും എനിക്കറിയാം. ഇപ്പൊ ശരിയായ ഒരു തീരുമാനം എടുത്താ ഒരു ഇളവ് ഞാൻ അനുവദിക്കാം. വേണമെങ്കിൽ ആകാശിന് ഇപ്പൊ രജിസ്റ്ററിൽ ഒപ്പിട്ട് ഇന്നത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് ജോലിയിൽ കയറാം. അതല്ലെങ്കിൽ പശുത്തൊഴുത്തിലേക്കുള്ള യാത്രയ്ക്ക് സമയമായി എന്ന് ഉറപ്പിച്ചു. മേഡത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാ മേഡം അങ്ങ് ചെയ്യ്. വാച്ച പശുത്തൊഴുത്തും അവിടുത്തെ ചാണകവും വളക്കൂറുള്ള മണ്ണും ഒക്കെ മാഡത്തിന് അലർജി ആയിരിക്കാം. പക്ഷേ എനിക്കും ഇവന് അങ്ങനെയല്ല. നേരത്തെ പരിഹസിച്ച് പറഞ്ഞില്ലേ അച്ഛനൊപ്പം പശുത്തൊഴുത്തിൽ ചാണകം വാരാൻ പോവാന്ന്. ഒരുപക്ഷെ ഇതിനേക്കാൾ അന്തസ്സുള്ള ജോലി തന്നെയാ അത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ നട്ടല് പോലും ഞങ്ങളെപ്പോലുള്ള കർഷകരില്ല. പക്ഷെ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമുള്ള ജോലിയിൽ നിന്നും എന്തിന്റെ പേരിലായാലും മാറി നിൽക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എടാ ആകാശേ, നീ പോയി നിന്റെ ജോലി നോക്ക്. പുറത്തെന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. അപ്പോ സാർ ഗോവിന്ദമാമേ, ഞാൻ ബാലമാമയെന്ന് വിളിക്കട്ടെ. ശ്രേയുടെ ഓഫീസിലേക്ക് പോയതല്ലേ, എന്തായിന്നറിയാലോ. അനു വിളിക്കുന്നുണ്ടല്ലോ. ആരോ അവളെ വിളിച്ചു പറഞ്ഞു തോന്നുന്നു. ഹലോ അനു. എന്താ ചേച്ചി അവിടെ പ്രശ്നം? പശുക്കളെല്ലാം ചത്തുപോയിന്ന് രമേശ് ചേട്ടൻ വിളിച്ചു പറഞ്ഞല്ലോ. വല്ല കാര്യം ഉണ്ടായിരുന്നോ അങ്ങേർക്ക്? നീ ഇപ്പൊ എവിടെയാ? ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കാ. ബസ്സിലാ. നിനക്ക് എന്താനു? നീ ഇപ്പൊ കോളേജിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ എന്തെടുക്കാനാ? ഞാൻ അറിഞ്ഞ സത്യാണോ ചേച്ചി? അത് പറ. സത്യാണ് മോളെ. നമ്മുടെ കുറെ പശുക്കൾ പോയി. ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ വന്നതാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും ചേച്ചി? വീണ്ടും കുറെ പശുക്കൾക്ക് വയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആരാ വിഷം കൊടുത്തത്? എന്തായാലും നീ കോളേജിൽ നിന്ന് തിരിച്ചു വരികയല്ലേ, കാര്യങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് സമയമില്ല, നീ വാ. ഈ രമേശേട്ടന്റെ കാര്യം കൊണ്ട് തോറ്റു. ഉടനെ അവളെ വിളിച്ചു പറഞ്ഞു കൊടുത്തേക്കുന്നു. ഞാൻ ബാലമാമയെന്ന് വിളിക്കട്ടെ. ആ മോളെ, അവിടെ എന്തായി? ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോണ്ടിരിക്കുക. അയ്യോ ബാലമാമ വേണ്ട,
ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അതെ, വണ്ടി ഒന്ന് നിർത്താമോ? ആ സർ. പശുക്കൾ കുടിച്ച വെള്ളത്തിന്റെ സാമ്പിൾ ഞാൻ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്ക് അയക്കാന്ന് പറഞ്ഞു. എന്തായാലും അവരാദ്യം അന്വേഷിക്കട്ടെ. ബാലമാമ ഫാമിലിക്ക് തന്നെ തിരിച്ചു പോയിക്കോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ വരാം. അപ്പോ ഞാൻ സ്റ്റേഷനിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? ഏയ് വേണ്ട, ഞങ്ങൾ ഇറങ്ങി. ഡോക്ടർമാരൊക്കെ ഫാമിൽ നിൽക്കല്ലേ. ബാലമാമ അങ്ങോട്ടേക്ക് ചെല്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ എത്താം. ശരി മോളെ. അതെ, വണ്ടി തിരിച്ചു വിട്ടോ. ഇനി സ്റ്റേഷനിലേക്ക് പോകണ്ടെന്ന്. വാ ഗോവിന്ദമാമേ, വണ്ടി ഞാൻ എടുത്തോളാം. ദാ. എന്തൊക്കെ വിരോധം മനസ്സിലുണ്ടെന്ന് പറഞ്ഞാലും ശരി, ഒരു പാവം മിണ്ടാപ്രാണികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടാതെ ആരെയും നമ്മൾ പഴിക്കേണ്ട ഗോവിന്ദമാമേ. ശ്രേയ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അരവിന്ദനും ശ്രേയയും ഒരുമിച്ച് നടക്കാൻ ഇറങ്ങി കണ്ടപ്പോ ഉള്ളാലെ സന്തോഷിച്ചവനായി ഞാൻ. ഒരു വിരോധമില്ല എനിക്ക് അവരോട്. മനഃപൂർവ്വം ശ്രേയയുടെ മേൽ കുറ്റം ആരോപിച്ചതും അല്ല. വിവാഹം കഴിഞ്ഞ് ആയിരപ്പറയിലേക്ക് ശ്രേയ വന്നപ്പോ നാളിത്രയായി. എങ്കിൽ ഒരിക്കൽ പോലും ശ്രേയ ഫാമിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് ശ്രേയ ആദ്യമായി പശു ഫാമിലേക്ക് വന്നപ്പോ പശുക്കൾ ചത്തു. ഞാനെന്നല്ല, ആരായാലും സംശയിച്ചു പോവില്ലേ? ആര് ചെയ്താലും പശുക്കൾ ചത്തുപോയില്ലേ ഗോവിന്ദമാമേ? മോളെ കാണിച്ചേ. എങ്ങോട്ടേക്ക് പോവാനേ ഓടി വന്നേ? ചേച്ചി, എന്റെ അമ്മണിക്കുട്ടിയെ കണ്ടായിരുന്നോ? അമ്മണിക്കുട്ടിയോ? അതാരാ? അതാരുമല്ല, അമ്മണിക്കുട്ടി എന്റെ പശുക്കുട്ടിയാ. അവളെ കയറും പൊട്ടിച്ചോണ്ട് ഓടിപ്പോയി. ദേ ആ വഴിക്കാ ഓടിപ്പോയത്. എന്തായാലും കൊള്ളാം, ഇപ്പൊ ഇടിച്ചേനെ. ഒന്നാമത് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചു വരുമായിരുന്നു. എന്തിനാ ഭ്രാന്ത് പിടിക്കുന്നേ? എന്താ പ്രശ്നം? ഒന്നും പറയണ്ട. ഞങ്ങളുടെ ഫാമിലെ പശുക്കൾക്കേ ആരോ വിഷം കൊടുത്തു. അതിലൊരു 5-8 എണ്ണം ചത്തു. കുറെ എണ്ണം ചാവാതെയും കിടപ്പുണ്ട്. അതിനിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ഓമനിച്ച് വളർത്തിയ പശുക്കൾക്ക് ഒരാപത്ത് വന്നാൽ പിന്നെ വിഷമം വരില്ലേ? ആപത്ത് സംഭവിച്ചാൽ മാത്രം വിഷമിച്ചാ പോരെ? ഈ കൊച്ചെന്തൊക്കെ ഈ പറയുന്നേ? മോള് വണ്ടി എടുത്തേ, നമുക്ക് പെട്ടെന്ന് ഫാമിലേക്ക് പോവാം. അയ്യോ, ആദ്യം ഫാമിലേക്കല്ല പോകേണ്ടത്, വേഗം വീട്ടിലേക്ക് പോ.